ഹായ് എവരിവൺ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഹയർ സെക്കൻഡറി അധ്യാപകരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ആദ്യം കടക്കേണ്ട കടമ്പയാണ് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. കേരളത്തിലെ +1 +2 ഹയർ സെക്കൻഡറി തലങ്ങളിൽ അധ്യാപകരാകാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് സെറ്റ് എക്സാം. 2025 ജനുവരിയിലാണ് അടുത്ത സെറ്റ് പരീക്ഷ നടക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പരീക്ഷയുടെ ഡേറ്റ് ഉടൻ തന്നെ LBS സെന്ററിലെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. എങ്കിലും നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. സാധാരണയായിട്ട് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മാസത്തിന്റെ മിഡിലായിട്ടാണ്, 3rd വീക്കിലോ അല്ലെങ്കിൽ 2nd വീക്കിന്റെ ലാസ്റ്റോ ആയിട്ടാണ് എന്ത് വരിക, പരീക്ഷ, സെറ്റ് പരീക്ഷ നടക്കുക. അങ്ങനെ കൗണ്ട് ചെയ്യുകയാണ് എങ്കിൽ ഇനി സെറ്റ് പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യാനും കൃത്യമായിട്ട് പഠിക്കാനും റിവിഷൻ ചെയ്യാനും നമ്മുടെ മുമ്പിൽ കഷ്ടി 60 ദിനങ്ങളാണ് ഉള്ളത്. കഷ്ടിയാണ്, കൃത്യമായിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് സെറ്റ് എക്സാമിന്റെ ഡേറ്റ് വരാത്തത് കൊണ്ടാണ് കഷ്ടി 60 ദിനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 55 ദിവസം നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. ആ 55 ദിവസം കൊണ്ട് സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പർ എങ്ങനെ എക്സാം ക്വാളിഫൈ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു തീർക്കാം, റിവിഷൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 55 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പറിന്റെ സിലബസ് മുഴുവനായിട്ട് റിവിഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ വരുന്ന 2025 ജനുവരിയിൽ നടക്കുന്ന സെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വിനിയോഗിക്കാം. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സാം പ്ലാൻ എങ്ങനെയാണ്, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നതിന് മുമ്പ് പരീക്ഷ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം എന്താണ് സെറ്റ് പരീക്ഷ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം 55 ഡേയ്സ് സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, സെറ്റ് പരീക്ഷ. ഹയർ സെക്കൻഡറി തലത്തിലെ അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ കടക്കേണ്ടുന്ന ഒരു കടമ്പ തന്നെയാണ് സെറ്റ് പരീക്ഷ എന്നുള്ളത്. ആർ യു റെഡി ഫോർ ദി എക്സാം? നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാണോ? ഒരു പരീക്ഷയ്ക്ക് തയ്യാറാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഏതൊക്കെ തലത്തിൽ നമ്മൾ പറയണം, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടത്, കൃത്യമായിട്ട് ആലോചിക്കുക തന്നെ വേണം. അപ്പൊ സെറ്റ് പോലെ കൃത്യമായിട്ട് സിലബസ് തന്നിട്ടുള്ള 2 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന പരീക്ഷ. ആദ്യം ഒരു ദിവസത്തിലെ ആദ്യത്തെ ഘട്ടത്തിൽ എന്ത് നടക്കും, സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ പരീക്ഷ നടക്കും. അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഓരോരുത്തരുടെയും ഐച്ഛിക വിഷയം, സബ്ജക്ട് ഏതാണോ അതിലും പരീക്ഷ നടത്തും. ഇത് രണ്ടും പാസ്സായാൽ മാത്രമാണ് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അത്തരത്തിലെ ഈ ജൂലൈയിൽ നടക്കുന്ന സെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ടുന്ന വിധമാണ് അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സെറ്റ് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ തലയിൽ കൈയും വെച്ചിട്ടോ അയ്യോ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആണ് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ആ കൺഫ്യൂഷൻ പൂർണ്ണമായി ഒഴിവാക്കാം. എങ്ങനെ ഒഴിവാക്കണം? പരീക്ഷയെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ട് എങ്കിൽ ഈ കൺഫ്യൂഷൻസ് എല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. സെറ്റ് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനുള്ള ഭാഗം ഏതാണ്? എല്ലാവർക്കും, ഭൂരിപക്ഷം കുട്ടികൾക്കും സെറ്റിന്റെ ജനറൽ പേപ്പർ ആണ്. ടീച്ചറെ സബ്ജക്ട് പേപ്പർ ഞങ്ങൾ എന്തായാലും കടന്നു പോകും, കാരണം ഡിഗ്രിയും PGയും ഒക്കെ കഴിഞ്ഞു വന്നത് ആ സബ്ജക്റ്റിനെ കുറിച്ച് ആയതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതുകൊണ്ട് നമ്മൾ അത് കടന്നു പോകും. പക്ഷെ ടീച്ചറെ ജനറൽ പേപ്പർ കുറച്ച് കീറാമുട്ടിയാണ്. കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് എങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡിയും അതുപോലെ തന്നെ റിവിഷനും ഉണ്ട് എങ്കിൽ എന്താണ്, എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന പരീക്ഷയാണ് സെറ്റ് പരീക്ഷ. അപ്പൊ എങ്ങനെ അതിലേക്ക് നമുക്ക് കടക്കാം? പരീക്ഷയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു ദിവസമായിരിക്കും പരീക്ഷ നടക്കുക. രാവിലെ ജനറൽ പേപ്പറും ഉച്ചയ്ക്ക് ശേഷം സബ്ജക്ട് പേപ്പറും നടക്കും. 120 ചോദ്യങ്ങളാണ് ഓരോ പേപ്പറിലും ഉണ്ടായിരിക്കുക. ഒരു ചോദ്യത്തിന് നമുക്ക് കിട്ടുന്നത് പരമാവധി സമയം 1 മിനിറ്റ് ആണ്. ആ 1 മിനിറ്റിനുള്ളിൽ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബബിൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. OMR ഷീറ്റ് എക്സാം ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ല. ഒരു വട്ടം ബബിൾ ചെയ്ത് തെറ്റിപ്പോയാൽ തെറ്റിയത് തന്നെയാണ്. അപ്പൊ ടെൻഷൻസ് ഒന്നുമില്ലാതെ പരീക്ഷാ ഹാളിലും കൂൾ ആൻഡ് കാം ആയിട്ട് നമുക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയണം. പ്രോപ്പർ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, റിവിഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പരീക്ഷയൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന പോലെ പുല്ല് പോലെ കടന്നു കിട്ടുന്ന ഒരു പരീക്ഷയാണ് സെറ്റ് എക്സാം.
അപ്പൊ എന്താണ് സെറ്റ് പരീക്ഷ ജനറൽ പേപ്പർ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണ വേണം. ഏതൊരു കാര്യം പഠിക്കാതിരിക്കുമ്പോഴും നമുക്ക് എന്ത് വേണം, സിലബസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. അപ്പൊ എന്താണ് സിലബസ്? സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ സിലബസ്. കേരള സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ സിലബസിന് ഒരു ടൈറ്റിൽ ഉണ്ട്. എന്താണ് ആ ടൈറ്റില് അറിയോ? ഒന്ന് ഓർത്ത് നോക്കിയേ. സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ടൈറ്റിൽ ഒന്നും ആരും നോക്കിയിട്ടുണ്ടാവില്ല അല്ലെ? എന്താണ് ആ ടൈറ്റില്? എത്ര യൂണിറ്റുകളാണ് സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിൽ നമുക്കുള്ളത്? കൃത്യമായിട്ടുള്ള ധാരണ വേണം. സിലബസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് എത്ര ദിവസത്തിനുള്ളിൽ എത്ര പോർഷൻസ് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും, എവിടെയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ഭാഗങ്ങളിലൂടെ കടന്ന് നിർബന്ധമായിട്ട് നമ്മൾ പോകണം, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത വിഭാഗം ഏതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ കിട്ടണമെങ്കിൽ സിലബസ് എന്താണ് എന്ന് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മുടെ സെറ്റ് പരീക്ഷയുടെ പേപ്പർ 1 ജനറൽ പേപ്പറിന്റെ സിലബസിന്റെ ടൈറ്റിലാണ് ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ ഈ പേപ്പറിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ടൈറ്റിലിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ പരീക്ഷാ ഹോളിൽ പോയിരുന്ന് സിലബസിലെ ഉള്ള യൂണിറ്റുകളിൽ അവിടെയും ഇവിടെയും ഒക്കെ തൊട്ട് തലോടി വെച്ച് BEdന് നമ്മൾ പഠിച്ചിട്ടുള്ള നോട്ട്ബുക്കുകളൊക്കെ ഒന്ന് മറച്ചു നോക്കി നമ്മൾ പരീക്ഷയ്ക്ക് പോവുകയാണ് എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന അവസ്ഥയായിരിക്കും നമുക്ക്. ഈ ചോദ്യം എനിക്കറിയാം, ഇതായിരിക്കും ആൻസർ, B ആയിരിക്കും ആൻസർ. ഇനി C ആണോ, D ആവാൻ സാധ്യതയില്ലേ, അല്ലല്ലോ, കൺഫ്യൂഷനായി. ഇവിടെ എന്താണ് പ്രശ്നം വരുന്നത് എങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് നടന്നിട്ടില്ല, റിവിഷൻ നടന്നിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് റിവിഷൻ. പഠിച്ചത് അവിടെ അടച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇടയ്ക്കൊന്ന് കൂടി തട്ടിയെടുക്കണം. അപ്പൊ റിവിഷനും പ്രാധാന്യം അറിയിക്കുന്നതാണ്. സിലബസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. എത്ര യൂണിറ്റുകളാണ് സിലബസിനുള്ളത്? സെറ്റ് എക്സാമിന്റെ പേപ്പർ 1 ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൊത്തത്തിൽ നമുക്ക് എത്ര യൂണിറ്റുകളുണ്ട്? 6 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. അപ്പൊ ജനറൽ നോളജ്, ഈ ജനറൽ നോളജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ 3 യൂണിറ്റുകളിൽ നിന്നാണ് ജനറൽ നോളജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. യൂണിറ്റ് 1 ജനറൽ സ്റ്റഡീസ് ആണ്. 4 മൊഡ്യൂളുകളാണ് ഈ ഒരു വിഭാഗത്തിൽ വരുന്നത്. 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. സിലബസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബേസിക്സ് ആൻഡ് ക്ലാസ് 10th ലെവൽ. ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ജനറൽ സയൻസ് എന്തൊക്കെ വരും? മാത്സ് വരും, സ്റ്റാറ്റിസ്റ്റിക്സ് വരും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ കാര്യങ്ങൾ. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. അവിടെ എക്കണോമിക്സും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇന്ത്യൻ പൊളിറ്റിയും വരുന്നുണ്ട്. പിന്നെ ഹ്യൂമാനിറ്റീസ് ആണ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മേജർ ആർട്സ് ഫോംസ് ഓഫ് ഇന്ത്യ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് 3ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. മൊഡ്യൂൾ 4 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേരള സ്റ്റഡീസ്. അപ്പൊ കേരള സോഷ്യൽ റീഫോം, നാഷണൽ മൂവ്മെന്റ്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എവിടെ വരുന്നത്? മൊഡ്യൂൾ 4 വരുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ്, 10th ലെവൽ വരെയുള്ളതാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അടുത്തത് യൂണിറ്റ് 2 ആണ്, ലാംഗ്വേജ് ആൻഡ് റീസണിങ്. അപ്പൊ ഇവിടെയും 4 മൊഡ്യൂളുകളാണ് വരുന്നത്. കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ സ്കിൽസ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആകെ ഭയങ്കരമായിട്ട് ഇതൊന്നും എനിക്ക് അറിയില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ശീലമില്ല, അത്തരത്തിലുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ 10 വരെ +1 +2 ഒക്കെ പഠിച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ എന്തായാലും അറിയാം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിന്ന് വരുന്നത്, യൂണിറ്റ് 2 നിന്ന് വരുന്നത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് യൂണിറ്റ് 3. സെറ്റ് എക്സാമിന്റെ സിലബസിലെ ഏറ്റവും കൂടുതൽ മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3, കറണ്ട് അഫയേഴ്സ്. കാർഡടച്ച് വെടി വെച്ച ഒരൊറ്റ ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ്, കറണ്ട് അഫയേഴ്സ്. അതില് ടെക്നോളജി വരുന്നുണ്ട്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് വരുന്നുണ്ട്, UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ഇവന്റ്സ്, പേഴ്സൺസ് ആൻഡ് അവാർഡ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കൾച്ചർ എന്ന് പറയുമ്പോൾ ഫിലിം, ലിറ്ററേച്ചർ, മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ് ഒക്കെ വരും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ നോളജുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അത് മാത്രമല്ല സമകാലികമായിട്ടുണ്ടാകുന്ന ഈ വിഭാഗങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ഇപ്പോ നമ്മുടെ കേരള ചലച്ചിത്ര പുരസ്കാരം, അതുപോലെ തന്നെ നാഷണൽ ഫിലിം അവാർഡ്, അത് ഓസ്കാർ അവാർഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചാന്ദ്രയാൻ, അതുപോലെ തന്നെ ആദിത്യ ദൗത്യം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അടക്കം
ഒക്കെ നമ്മൾ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് പുതുതായിട്ട് ഉള്ള പദ്ധതികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. അതാണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4, 5, 6 എന്നുള്ളത് പിരീഡിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. യൂണിറ്റ് 5 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഫിലോസഫിയും സൈക്കോളജിയും ഒരുപോലെ കടന്നു വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസും സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസും സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസും അതുപോലെ തന്നെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ തുടങ്ങിയ മൊഡ്യൂളുകളാണ് യൂണിറ്റ് 4 കടന്നു വരുന്നത്. തിയറി പാർട്ടുകളാണ്. നമ്മൾ ഓൾറെഡി BEd MEd കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതിൽ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പാർട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പേഴ്സണാലിറ്റി തിയറീസ് അതുപോലെ ഇന്റലിജന്റ് തിയറി ഒക്കെ കടന്നു വരുന്നത് ഇവിടെയാണ്. സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എറിക്സന്റെയും പിയാഷയുടെയും വൈഗോസ്കിയുടെയും ഒക്കെ തിയറികൾ കടന്നു വരുന്ന ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് യൂണിറ്റ് 4 മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചില ഭാഗങ്ങൾ കടന്നു വരുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. യൂണിറ്റ് 5 ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ കുട്ടികളോട് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് പറയാനുള്ളതാണ്, നിങ്ങൾ ഒരു ക്ലാസ് റൂമിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടും ലേണിംഗുമായി ബന്ധപ്പെട്ടും ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ടും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയാച്ചെങ്കിൽ BEd കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആയി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചിങ് മെത്തേഡ്സ്, ലേണിംഗുമായി ബന്ധപ്പെട്ടുള്ള തിയറീസ് ധാരാളം വരുന്നുണ്ട്, പഠിക്കേണ്ടത് തന്നെയാണ്. പാവ്ലോവിന്റെ തിയറി ഒക്കെ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മുതലായിട്ടുള്ള തിയറികളൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള തിയറികൾക്കൊന്നും നമ്മൾ പ്രാധാന്യം കൂടുതൽ നൽകി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവാലുവേഷൻ, ഒരു പരീക്ഷ നടത്താത്തവരായിട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാത്തവരായിട്ടോ ഇവാലുവേറ്റ് ചെയ്ത് പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കാത്തവരായിട്ടോ BEd കഴിഞ്ഞ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ ബേസിക് ആയിട്ടുള്ള നോളജിൽ നിന്നും തന്നെയാണ് ഇവാലുവേഷൻ എന്നുള്ള മൊഡ്യൂൾ നമ്മൾ പഠിക്കേണ്ടതും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതും. അടുത്തത് എന്താണ്? യൂണിറ്റ് 6 ആണ്. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ കുഞ്ഞതാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ജാവ സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയുന്നത് പോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് യൂണിറ്റ് 6. യൂണിറ്റ് 6 പ്രധാനമായിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. 4 മൊഡ്യൂളുകളാണ് യൂണിറ്റ് 6 ഉള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, types of communication, barriers in communication, classroom applications of communication. എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? പ്രോപ്പർ ആയിട്ട് ഒരു വട്ടം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് റിവിഷനും കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ 1 എന്നുള്ളത്. കമ്പ്യൂട്ടർ ആൻഡ് ICT, AI യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കമ്പ്യൂട്ടർ ആൻഡ് ICT എന്നുള്ള വിഭാഗത്തിൽ നിന്ന് വരുന്നത്. കൃത്യമായിട്ട് നമുക്ക് സിലബസിൽ തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ മുൻനിർത്തി മാത്രമാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് തന്നെ തിരിച്ചും മറിച്ചുമാണ് ഒരുവിധം എല്ലാ ചോദ്യ പേപ്പറുകളിലും ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. അപ്പൊ റിവിഷന്റെ സമയത്ത് പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു വിഭാഗം തന്നെയാണ് കമ്പ്യൂട്ടർ ആൻഡ് ICT എന്നുള്ളത്. അടുത്തത് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ. ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ചിലരെല്ലാവരും PG കഴിഞ്ഞിട്ടുള്ളവരാണ് എന്ന നിലയ്ക്ക് നെറ്റ് പരീക്ഷയ്ക്കൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുന്നവരുണ്ടാവും. അവിടെ നമ്മൾ റിസർച്ച് പഠിക്കുന്നുണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് മാത്രം ഈ ഒരു മൊഡ്യൂളിനെ നോക്കി കാണരുത്. നമ്മുടെ ടൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് റിസർച്ച് എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷണൽ റിസർച്ചിനാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ബേസിക് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്, പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് വരുന്നുണ്ട്, മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഓഫ് ടെക്നിക്സ് ഓഫ് റിസർച്ച്, ആക്ഷൻ റിസർച്ച്, റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച് തുടങ്ങിയ മൊഡ്യൂളുകളാണ് സബ് ടോപ്പിക്കുകളാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി മൊഡ്യൂൾ 4 എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ കേരള എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, അവയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യമാണ്. അതുപോലെ ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് എഡ്യൂക്കേഷനും ഈ ഒരു മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് സിലബസ്?
സിലബസ് എന്താണ് എന്ന് മനസ്സിലായി, മൊഡ്യൂളുകൾ എത്രയാണെന്ന് മനസ്സിലായി, യൂണിറ്റുകൾ എത്രയാണെന്ന് മനസ്സിലായി, ഏതൊക്കെ ടോപ്പിക്കുകളാണ് എന്നതിനെ പറ്റിയിട്ട് ഏകദേശം ഐഡിയ കിട്ടി. പഠിക്കാനായിട്ട് തയ്യാറായിട്ട് എടുക്കുന്ന ഒരാൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ, ഇതുപോലെ സിലബസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. ഇത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക, ഞാൻ പഠിച്ച ടോപ്പിക്കുകളൊക്കെ ഇതിൽ ടിക്കിട്ട് വെക്കും. എനിക്കറിയാത്ത ടോപ്പിക്കുകൾ ഉണ്ട് വെച്ചാൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. എന്താ വെച്ചാൽ റിവിഷന്റെ ടൈമിൽ ആ ടോപ്പിക്ക് ഞാൻ കൂടുതലായിട്ട് നോക്കേണ്ടതായിട്ട് വരും. അപ്പൊ സിലബസ് ഒക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങളുടെ അവസ്ഥ സ്ക്രീനിൽ കാണുന്നത് പോലെയാണോ, ഇതാണോ ടീച്ചറെ എളുപ്പമുള്ള സിലബസ് എന്നുള്ളതാണ്. പഠിച്ചു തുടങ്ങിയാൽ എളുപ്പമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സിലബസ് തന്നെയാണ് സെറ്റ് പരീക്ഷയുടെ സിലബസ്. 6 മൊഡ്യൂളുകൾ നമുക്കുണ്ട്. ഈ 6 മൊഡ്യൂളുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചോദ്യം നമുക്ക് വരാറുള്ളത്. പിന്നെയും നമ്മളെ ഒന്ന് കുഴയ്ക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. സിലബസിന്റെ പുറത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് എങ്കിൽ അത് എന്തായിരിക്കും, കറണ്ട് അഫയേഴ്സ് മാത്രമായിരിക്കും. അപ്പൊ സിലബസ് എന്താണ് എന്ന് മനസ്സിലായി. ഇനി അടുത്ത ഘട്ടം എന്താണ്? സിലബസ് മനസ്സിലായി, പരീക്ഷ എന്താണെന്ന് മനസ്സിലായി, സിലബസ് എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഘട്ടം എന്താണ്? പരീക്ഷയ്ക്ക് ഇനി വെറും 55 ദിനങ്ങൾ മാത്രം. 60 ദിവസം ഒന്നും ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല. കൃത്യമായിട്ട് പഠിച്ച് പഠനം കഴിഞ്ഞ് 3 റൗണ്ട് റിവിഷൻ ചെയ്ത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇനി നമുക്ക് വെറും 55 ദിവസങ്ങൾ മാത്രം. അപ്പൊ പഠനം തുടങ്ങാനായിട്ട് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്, ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെന്നേ, അതെന്താണെന്ന് നോക്കാം. വീക്കെൻഡ്സ് ആൻഡ് സ്ട്രെങ്ത്. ഒരു എഫർ ഷീറ്റ് എടുക്കുക, സിലബസ് കയ്യിലെടുക്കുക, അല്ലെങ്കിൽ LBS സെന്ററിന്റെ സൈറ്റിൽ സിലബസ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലഭിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോ ഇതെടുത്തിട്ട് എന്ത് ചെയ്യണം? സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? ബിഎഡിന്റെ കാലയളവിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർ സ്റ്റഡി പ്ലാനിന്റെ ഇടയിൽ നമുക്കറിയാലോ, ഈ ഏരിയ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ ഞാനൊന്ന് കടന്നു കിട്ടും. എനിക്ക് അതിൽ നല്ല അറിവുണ്ട്. അതുപോലെ തന്നെ ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കേരള ഹിസ്റ്ററി എനിക്ക് ഇത്തിരി പാടാണ്. അപ്പൊ സ്ട്രെങ്തൻസ് ഞാൻ നോട്ട് ചെയ്തു, അതുപോലെ തന്നെ വീക്കെൻഡ്സും ഞാൻ നോട്ട് ചെയ്തു. വെറുതെ വീക്കെൻഡ്സ് അവിടെ എഴുതി വെച്ചാൽ പോലെ. ഇപ്പൊ കേരള സ്റ്റഡീസ് എന്നുള്ളത് എന്റെ വീക്കെൻഡ്സ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് വെറുതെ അവിടെ എഴുതി വെച്ചാൽ പോലെ. അതിന്റെ നേരെ എന്തും കൂടി എഴുതണം, യൂണിറ്റ് 1 മൊഡ്യൂൾ 4 എന്നുകൂടി എഴുതി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് വരികയാണ്, ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ഞാൻ എളുപ്പത്തിൽ കടന്നു കിട്ടും. സോഷ്യൽ മൊബിലിറ്റി, കൾച്ചറൽ ഇനേർഷ്യ, അക്കൾച്ചറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ബിഎഡിന്റെ തിയറി എന്റെ മനസ്സിൽ പക്ക ക്ലിയർ ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു നോട്ട് എന്റെ കയ്യിലുണ്ട്. എനിക്കത് അറിയാം എന്താണ് ആ കാര്യങ്ങൾ എന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ മൊഡ്യൂളിലൂടെയും കടന്നു പോയിക്കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. പേഴ്സണാലിറ്റി തിയറീസ് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇന്റലിജൻസ് തിയറി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ടുള്ള തിയറീസും അത് മുന്നോട്ട് വെച്ചത് ആരാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് വരാറുണ്ട്. അപ്പൊ സ്ട്രെങ്തൻ ഏരിയാസും വീക്കൻസ് ഏരിയാസും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഭൂരിഭാഗം പേരും എന്താണ് വീക്കെൻഡ്സ് ആയിട്ട് പറയുന്നത്, ഒന്ന് കറണ്ട് അഫയേഴ്സും മറ്റൊന്ന് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും സൈക്കോളജിയുമാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് സ്ട്രെങ്തൻസും വീക്കെൻഡ്സും നിങ്ങൾ എഴുതി വെക്കണം. അതാണ് ഡേ 1 നിങ്ങളുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ്. ഒരു മണിക്കൂർ സമയം എടുത്തുകൊണ്ട് ചെയ്യണം. 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നോട്ടുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് നോക്കാനായിട്ട് പറ്റും. അതും കൂടി വേണം കേട്ടോ. ഇത് വെറുതെ എഴുതി വെക്കാനായിട്ട് പറ്റില്ല. വീക്കെൻഡ് ഏരിയ ഇതാണ് എന്ന് പറയുമ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള നോട്ട് എനിക്ക് എന്റെ കയ്യിലില്ല. ഇനി നോട്ട് ഉണ്ട്, പക്ഷെ ഇതിന്റെ തിയറി എന്താണെന്ന് എനിക്ക് വലിയ അറിവില്ല. സ്ട്രെങ്തൻ ഏരിയ ഇതാണ്. ഇപ്പോ പേഴ്സണാലിറ്റി തിയറീസ് എന്റെ സ്ട്രെങ്തൻ ഏരിയ ആണ്. ഞാൻ അന്ന് പഠിച്ചത് പ്രോപ്പർ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടോ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി വായിച്ചു നോക്കാൻ നമ്മുടെ കയ്യിൽ നോട്ട് കാണാതെ പോയിട്ടുണ്ടെങ്കിലോ, ബിഎഡ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എക്സാം അന്നത്തെ സൈക്കോളജി എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ, അപ്പൊ അതൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്തേക്ക് അടുപ്പിക്കേണ്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ. കൃത്യമായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾ എടുത്തു വെക്കണം. നിങ്ങളുടെ ബിഎഡ് കാലത്തെ നോട്ടുകളും ചിലവര് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നവരുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് അടുപ്പിക്കുക. കൃത്യമായിട്ട് സ്ട്രെങ്തൻ ഏരിയാസും വീക്കൻസ് ഏരിയാസും എഴുതുക. എഴുതി കഴിഞ്ഞിട്ടുള്ള ആ ലിസ്റ്റ് നിങ്ങളുടെ സ്റ്റഡി ടേബിളിന്റെ മീതെയോ അല്ലെങ്കിൽ തൊട്ടു മുമ്പിൽ കാണുന്ന ചുമരിന്റെ മീതെയോ ഒന്ന് ഒട്ടിച്ച് വെക്കുക.
അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിലാണ്, ഒരു ചാർട്ട് പേപ്പറിലാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ അതെപ്പോഴും നിങ്ങളുടെ ടേബിളിൽ ഉണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് എന്റെ വീക്ക്നെസ് ഏരിയാസിന് ഞാൻ കുറച്ചധികം എന്റെ സ്റ്റഡി പ്ലാനിൽ കുറച്ചധികം സമയം ഞാൻ അതിനെ സ്പെൻഡ് ചെയ്യും. കാരണം നമ്മൾ അത് വീണ്ടും ആദ്യം മുതൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ളത് ആയതുകൊണ്ട് ഞാൻ അതിന് കുറച്ച് സമയം കൂടുതലായിട്ട് കൊടുക്കും. ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ 55 ഡേയ്സ് പ്ലാനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി, വീക്കൻ ഏരിയാസ്, സ്ട്രെങ്തൻ ഏരിയാസ് നമ്മൾ മനസ്സിലാക്കി. ഇനി ആദ്യത്തെ കടമ്പ എന്താ? സിലബസ് മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പഠനമാണ് ആദ്യത്തെ സെക്ഷൻ. നമുക്ക് മൊത്തം നമ്മുടെ സിലബസിൽ എത്ര യൂണിറ്റുകൾ ഉണ്ട്? നമ്മൾ കണ്ടതാണ് 6 യൂണിറ്റുകളാണ്. ഒരു യൂണിറ്റിനെ 5 ദിവസം വെച്ചിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഒരു യൂണിറ്റ് പഠിച്ചു തീർക്കാൻ 5 ദിവസം നമ്മൾ എടുക്കുകയാണ്. 5 days ഫോർ ഈച്ച് യൂണിറ്റ്. 5 × 6 എത്രയാണ്? 30 ദിവസം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാക്കിയിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചുകൊണ്ട് വേണം പഠിക്കാൻ. എന്തിനാണ് കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാക്കി എഴുതി വെക്കണമെന്ന് അറിയോ? ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് നമുക്കത് ഗുണകരം ചെയ്യും. നമ്മളൊരു ക്വിക്ക് റിവിഷൻ ആയിട്ട് ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ സിലബസിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഓരോ യൂണിറ്റിനും 5 ദിവസമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഴിഞ്ഞു. നമ്മുടെ പഠനം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പൂർത്തീകരിക്കുക 5 ദിവസം. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ 3 ദിവസവും എടുക്കുക. അങ്ങനെയാണ് വെച്ചാൽ നിങ്ങളുടെ വീക്കൻ ഏരിയാസ് വേറെ ഏതെങ്കിലും യൂണിറ്റുകളിൽ ഉണ്ട് വെച്ചെങ്കിൽ അതങ്ങനെ പരസ്പരം ബാലൻസ് ചെയ്ത് പഠിക്കാനായിട്ട് എടുക്കുക. ഇപ്പൊ ഒരു യൂണിറ്റ് പഠിക്കാനായിട്ട് 5 ദിവസം ഒന്നും വേണ്ട, 2 ദിവസമൊക്കെ മതി, ബാക്കി 3 ദിവസം ഞാൻ വെറുതെ ഇരിക്കാം, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. നിങ്ങളുടെ വീക്ക് ഏരിയാസും സ്ട്രെങ്ത് ഏരിയാസും നമ്മൾ മുൻപേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതിനനുസരിച്ച് ഏത് യൂണിറ്റുകളാണോ ടഫ്, ഏതാണോ ഈസി, അതിനനുസരിച്ചിട്ട് ഈ 30 ഡേയ്സിനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാം. എല്ലാതും ഒരു ന്യൂട്രൽ ഫേസിൽ നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ ഒരു യൂണിറ്റിന് 5 ദിവസം എടുത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. 55 ഡേയ്സ് സ്റ്റഡി പ്ലാനിലെ 30 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി ബാക്കി നമ്മുടെ മുമ്പിൽ എത്ര ദിവസങ്ങളാണുള്ളത്? 25 ദിവസങ്ങളാണുള്ളത്. ഈ 25 ദിവസങ്ങളും നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുകയാണ്? റിവിഷന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുകയാണ്. എന്തിനു വേണ്ടി വിനിയോഗിക്കുകയാണ്? റിവിഷന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുകയാണ്. 3 റൗണ്ട് റിവിഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതപ്പോൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയാലോ? അപ്പോ 55 ഡേയ്സിലെ 30 ഡേയ്സ് നമ്മുടെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ദിനങ്ങൾ ഇനി അപ്പൊ നമ്മുടെ പഠനം കഴിഞ്ഞു. ഇനി നമ്മൾ റിവിഷന്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ ആണ്. നമുക്ക് 6 യൂണിറ്റുകൾ ഉണ്ട്. ഒരു യൂണിറ്റിനെ 3 ദിവസം സമയം എടുത്തുകൊണ്ട് നമ്മൾ റിവിഷൻ ചെയ്യുകയാണ്. റിവിഷൻ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടേം. അപ്പോ ഒരു യൂണിറ്റിനെ 3 ദിവസം വെച്ച് എടുത്തുകൊണ്ട് നമ്മൾ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. മൊത്തം 6 യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ 3 × 6 18 ദിവസം നമ്മൾ റിവിഷന് വേണ്ടി, ഫസ്റ്റ് റൗണ്ട് റിവിഷന് വേണ്ടി നമ്മൾ എടുക്കുകയാണ്. ഒരു യൂണിറ്റിനെ 3 ദിവസം വെച്ചിട്ട്, ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 3 ദിവസം വെച്ചിട്ട് കൃത്യമായിട്ട് 6 യൂണിറ്റുകൾ 18 ദിവസം കൊണ്ട് നമ്മൾ റിവിഷൻ ചെയ്യുകയാണ്. പഠിച്ചത് റിവിഷൻ ചെയ്യുകയാണ്. പലപ്പോഴും പലർക്കും പറ്റുന്ന തെറ്റാണ് എന്ത്? പഠിച്ചത് അവിടെ അടച്ചു വെക്കും, റിവിഷന് സമയം ഉണ്ടാവുകയില്ല. പരീക്ഷയുടെ തലേ ദിവസം തുടങ്ങുന്ന കാര്യമല്ല, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് തുടങ്ങേണ്ടുന്ന കാര്യമല്ല റിവിഷൻ. പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ പാരലലായിട്ട് നമ്മൾ റിവിഷൻ ചെയ്തു പോകണം. അപ്പോ ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റിവിഷന്റെ ആദ്യ ഘട്ടമാണ്. ഒരു യൂണിറ്റിനെ 3 ദിവസം വെച്ച് 18 ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ സിലബസിലെ 6 യൂണിറ്റുകളും ആദ്യ റൗണ്ട് റിവിഷൻ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. ആദ്യ റൗണ്ട് റിവിഷൻ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിവിഷന്റെ സെക്കൻഡ് ടേമിലേക്ക് കടക്കുകയാണ്. റിവിഷന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
അപ്പൊ എന്താണ് ഈ രണ്ടാം ഘട്ട റിവിഷൻ എന്ന് പറയുന്നത്? ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ LBS സെന്ററിന്റെ സൈറ്റിൽ പോയിട്ട് ഒരു 15 ക്വസ്റ്റ്യൻ പേപ്പർ മുൻകാല വർഷങ്ങളിൽ നടന്നിട്ടുള്ള സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പറിന്റെയോ നിങ്ങൾക്ക് സബ്ജക്ട് പേപ്പറിന്റെയും ഡൗൺലോഡ് ചെയ്തെടുക്കാം. 15 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ മതി, ധാരാളമാണ്. ഈ 15 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റിവിഷൻ ചെയ്യുകയാണ്. എങ്ങനെയാണ് 15 ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യേണ്ടത്? ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്ന് ആ ഫോണിൽ നെറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മുടെ ഫോണിൽ ടൈമർ ഓൺ ആക്കുക. 120 മിനിറ്റ് 2 മണിക്കൂർ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ടൈമർ സെറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് PDF കയ്യിലുണ്ടാവുമല്ലോ. പരീക്ഷ കൃത്യമായിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് 1ന്റെ ഉത്തരം A, 2ന്റെ ഉത്തരം C, അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് എപ്രകാരമാണോ നമ്മൾ എക്സാം ഹാളിൽ എഴുതുന്നത് അതുപോലെ തന്നെ എഴുതുക. അതിനുശേഷം നമുക്ക് ആൻസർ കീയും LBS സെന്ററിന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയുമല്ലോ. ഒത്തു നോക്കുക എവിടെയാണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ദിവസം 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുകയാണെങ്കിൽ 5 ദിവസം കൊണ്ട് 15 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഒരു ദിവസം 3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യം തന്നെയാണ്. മുൻകാല ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 2 ദിവസം കൊണ്ട് 6 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ആവർത്തിച്ചു വരുന്ന ചോദ്യ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന പോർഷൻസ് ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയും നിങ്ങൾക്കൊരു ധാരണ വരും. ഇപ്പൊ ഇത്തരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെയധികം പരിചിതമാകും. നമ്മുടെ റിവിഷന്റെ 2ാം ഘട്ടം കഴിയുകയും ചെയ്യും. പരീക്ഷ ഹാളിലെ അധികം സമയമില്ലാതെ പെട്ടെന്ന് തന്നെ ശരിയായ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനും കഴിയും. അപ്പോ 15 ചോദ്യപേപ്പറുകൾ LBS സെന്ററിന്റെ സൈറ്റിൽ നിന്ന് പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒരു ദിവസം 3 ചോദ്യപേപ്പർ വെച്ച് ചെയ്യുകയാണ് എങ്കിൽ 5 ദിവസം കൊണ്ട് 15 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റിവിഷൻ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഇതാണ് റിവിഷന്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത്. റിവിഷന്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ മുൻകാല ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് 2ാം ഘട്ടം. റിവിഷന്റെ 3ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 55 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ 30 ദിവസം പഠിക്കാനായിട്ട് എടുത്തു. ബാക്കി 25 ദിവസത്തിലെ ആദ്യത്തെ 18 ദിവസം നമ്മൾ 6 യൂണിറ്റുകൾ 3 ദിവസം വെച്ച് റിവിഷൻ ചെയ്തു. രണ്ടാമതായിട്ട് 15 ചോദ്യപേപ്പറുകൾ ഒരു ദിവസം 3 ചോദ്യപേപ്പർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം? 5 ദിവസം കൊണ്ട് 15 ചോദ്യപേപ്പർ നമ്മൾ കഴിച്ചു. ഇനി ബാക്കി നമ്മുടെ കയ്യിൽ എത്ര ദിവസം ഉണ്ട്? 2 ദിവസമാണ് ഉള്ളത്. ഈ 2 ദിവസം എന്തിനാണ് ഞാൻ ബാക്കിലേക്ക് വെച്ചത് എന്നറിയോ? നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പേപ്പറിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീക്ക് ഏരിയാസും സ്ട്രെങ്ത് ഏരിയാസും. അതിലെ വീക്ക് ഏരിയാസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ റിവിഷൻ കഴിഞ്ഞു. എങ്കിൽ പോലും അത് ഓൾറെഡി നിങ്ങളുടെ വീക്ക് ഏരിയ ആണല്ലോ, അത് റിവൈസ് ചെയ്യാനുള്ള ദിവസമാണ് അടുത്തത്തെ 2 ദിവസം. വീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്യുകയാണ്. നമ്മൾ ചോദ്യപേപ്പറുകൾ ചെയ്ത് വരുന്ന സമയത്തും നമുക്ക് ചില ചോദ്യങ്ങൾ ചില മേഖലകൾ ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതും ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. അപ്പൊ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് ഈ 2 ഡേയ്സ് റിവിഷൻ കൂടി കഴിയുന്നതോടുകൂടി, റിവിഷന്റെ 3ാം ഘട്ടം കഴിയുന്നതോടുകൂടി വീക്ക് ഏരിയാസ് മുഴുവനായിട്ട് നമുക്ക് തുടച്ചു നീക്കാനായിട്ട് കഴിയും. അപ്പൊ 55 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ പഠന സമയം അനുസരിച്ച്, നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ച്, വീക്ക് ഏരിയ അനുസരിച്ച്, സ്ട്രെങ്ത് ഏരിയ അനുസരിച്ച്, നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ടൊക്കെ ഇതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. എങ്ങനെ വീണാലും പൂച്ച 4 കാലിൽ വീഴും എന്നുള്ളൊരു പഴമൊഴി നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും കൃത്യമായിട്ട് പഠനവും അതുപോലെ തന്നെ റിവിഷനും നമ്മൾ കഴിച്ചിരിക്കണം. റിവിഷന്റെ ഉള്ളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. പലർക്കും പറ്റുന്ന ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ കേട്ടു നല്ല ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. ആദ്യത്തെ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് ഒക്കെ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കും. പിന്നെ മടി പിടിക്കും നമുക്ക്. നാളെ പഠിക്കാം, നാളെ നീളെ എന്ന് വെച്ചിട്ട് പോകും. പിന്നെ നമുക്ക് ആദ്യം കയറി എപ്പോഴാ? പരീക്ഷയ്ക്ക് നമ്മുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ആ സമയമാകുമ്പോൾ, പരീക്ഷ എത്തി എന്നറിയുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ആവുക. പിന്നെ മൊത്തം ഒരു ഹറിബറിയാണ്. എന്തൊക്കെയോ പഠിക്കുന്നു, എന്തൊക്കെയോ വായിക്കുന്നു, വായിച്ചു തന്നെ വീണ്ടും വായിക്കുന്നു, വായിക്കാത്ത ഏരിയാസ് ഒക്കെ അവിടെ തന്നെ ഇടുന്നു, അത് ശ്രദ്ധയില്ലാതെ വിട്ടുപോകുന്നു. പിന്നെ നമ്മൾ അത് വിട്ടുപോയി എന്ന് നമുക്ക് ഓർമ്മ വരെ എപ്പോഴാ? പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ്. അപ്പൊ പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ B.Ed ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം, ടീച്ചിങ് പ്രാക്ടീസിന്റെ ഇടയിൽ സെറ്റ് എക്സാം വരുന്നവരുണ്ടായിരിക്കാം,
ഇപ്പൊ പരീക്ഷ കഴിഞ്ഞ്, അതായത് B.Ed കഴിഞ്ഞിറങ്ങി സ്കൂളുകളിലും കോളേജുകളിലും ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ജോയിൻ ചെയ്തവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സ്കൂളുകളിലും കോളേജുകളിലും ടീച്ചറായിട്ട് ജോയിൻ ചെയ്തവരുണ്ടായിരിക്കാം. B.Ed കഴിഞ്ഞ് തൊട്ടടുത്ത സമയത്ത് തന്നെ അടുത്തതിലേക്ക് റിസർച്ചിലേക്കോ മറ്റോ തിരിഞ്ഞവരുണ്ടായിരിക്കാം. അങ്ങനെ പല സാഹചര്യത്തിൽ നിന്ന് വരുന്നവർ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ദിവസം അരമണിക്കൂറാണ് എങ്കിൽ, 15 മിനിറ്റ് ആണ് എങ്കിൽ, കിട്ടുന്ന സമയം കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ആ സമയത്ത് മറ്റു ശല്യങ്ങളൊന്നുമില്ലാതെ, നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന മറ്റു ഘടകങ്ങളൊന്നുമില്ലാതെ കൃത്യമായിട്ടിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം ഒരു പോർഷനെങ്കിലും ഞാൻ പഠിക്കും എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ്. പഠനം ഡെയിലി റുട്ടീനിന്റെ ഭാഗമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഈ സെറ്റ് നമുക്ക് സെറ്റ് ആക്കാനായിട്ട് കഴിയും. I+ ടീം നിങ്ങൾക്ക് ഒപ്പമുണ്ട്. പേപ്പർ 1 സബ്ജക്റ്റിലെ നമുക്ക് ബോട്ടണി, കൊമേഴ്സ്, കെമിസ്ട്രി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, മാത്സ്, മലയാളം, ഫിസിക്സ്, സൈക്കോളജി, സുവോളജി തുടങ്ങിയ സബ്ജക്റ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. I+ ടീമിന്റെ ഒപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രോപ്പർ ആയിട്ട് സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള നോട്ടുകൾ, അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ, കൃത്യമായിട്ട് ജനറൽ പേപ്പറിനെയൊക്കെ മുൻനിർത്തി പറയുകയാണ് എങ്കിൽ വീക്ക്ലി നടക്കുന്ന ലൈവ് സെക്ഷൻ, എല്ലാ സബ്ജക്ട് പേപ്പറുകൾക്കും ഉണ്ട് ലൈവ് സെക്ഷൻസ്. അപ്പൊ കൃത്യം അങ്ങനെ നടക്കുന്ന ലൈവ് സെക്ഷൻസ്, അതുപോലെ തന്നെ ടെസ്റ്റുകൾ, ഓരോ യൂണിറ്റുകൾ കഴിയുമ്പോഴും നമുക്ക് എന്തുണ്ടായിരിക്കും, മൊഡ്യൂൾ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ 3 യൂണിറ്റ് കഴിയുമ്പോൾ മെഗാ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് ചോദ്യം, ഉത്തരം, എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ മുൻകാല ചോദ്യ പേപ്പറുകളുടെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫൈനൽ ആയിട്ടുള്ള മെഗാ ടെസ്റ്റുകൾ, ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സെറ്റ് നമുക്ക് സെറ്റ് ആക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പൊ I+ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾക്ക് I+ ടീമുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാവുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. കൃത്യമായിട്ട് വിളിച്ചന്വേഷിച്ച് മോക്ക് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. പരീക്ഷ എഴുതുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ആശംസകൾ, വിജയാശംസകൾ നേരുകയാണ്. കൃത്യവും ചിട്ടയുമായിട്ടുള്ള പഠനം മാത്രമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. Thank you, learners.